പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 വൊക്കേഷണൽ വിഷയമായ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ കോഡ് നമ്പർ 631 2023 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന് ആണ് അവതരിപ്പിക്കുന്നത്. 2024 ഒക്ടോബറിലും 25-26 ബാച്ചിലൊക്കെ എക്സാം എഴുതുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് വിഷയമായതുകൊണ്ട് 70 മാർക്കാണ് ഇതിന് പ്രാക്ടിക്കൽ വരുന്നത്. 100 മാർക്കിന്റെ പേപ്പറിൽ 70 മാർക്ക് പ്രാക്ടിക്കലും 30 മാർക്ക് തിയറി ആയിട്ടാണ് വരുന്നത്. ഈ 30 മാർക്കിൽ ഏകദേശം ഒരു 12-13 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എഴുതി പാസ്സാണ് വേണ്ടത്. തിയറി പരീക്ഷ 1.5 മണിക്കൂറാണ്. 2.5 മണിക്ക് തുടങ്ങി 4 മണിക്ക് അവസാനിക്കും. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. പിന്നെ വരുന്ന 2 മാർക്കും 3 മാർക്കും 4 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് വിരോധം ഇല്ല എന്നതാണ്. ഇന്ന് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെയാണ് കണ്ടത്. 2 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ 1 മാർക്കിന്റെ വരുന്നുണ്ട്, 1/2 മാർക്കിന്റെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇനി മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. 2023 ഏപ്രിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 4ാമത്തെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ 2 മാർക്കിന്റെ ഒരു 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 × 8 16 മാർക്കാണ്. ഈ 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ 16 മാർക്ക് കിട്ടും. പക്ഷേ എക്സ്പ്ലെയിൻ എനി 2 ഹാർഡ്വെയർ ഡിവൈസസ് ദാറ്റ് യൂസ്ഡ് ജോയിൻ നെറ്റ്വർക്ക്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഹാർഡ്വെയർ ഡിവൈസസ്, നെറ്റ്വർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 തരം ഹാർഡ്വെയർ ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഒന്ന് റൂട്ടേഴ്സും 2 സ്റ്റിച്ചസും ആണ്. റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് മൾട്ടിപ്പിൾ നെറ്റ്വർക്കാണ്. ഒരുപാട് നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യാണ് റൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ ദ റൂട്ടർ, ഡയറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ പാക്കറ്റ് ആണ് വരുന്നത്. സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് മൾട്ടിപ്പിൾ ഡിവൈസസ് ഓൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസ് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ലീസഡ് കണക്ഷൻ എക്സ്പ്ലെയിൻ ആണ്. 10ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഏകദേശം ഗൈഡിൽ 150ാമത്തെ പേജിൽ 149 150ാമത്തെ പേജിൽ കാണുന്നുണ്ട്. ലീസഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കണക്ഷനാണ് ലീസഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ. സാധാരണയായിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കണക്ഷനാണ്. കോർപ്പറേറ്റ് അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ ഇവരൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കണക്ഷനാണ് എന്താ പറയുക, ലീസഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷനാണ്. അടുത്ത ചോദ്യമാണ് 3ാമത്തെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഓൾ ദ ലിമിറ്റേഷൻ ഓഫ് ഇന്റർനെറ്റിന്റെ ലിമിറ്റേഷൻ ഏതൊക്കെയാണെന്നുള്ള 10ാമത്തെ ചാപ്റ്ററിലാണ്. ഒരുപാട് ഇന്റർനെറ്റ് ഉപയോഗിക്കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ദോഷങ്ങളുണ്ട്. 2 മാർക്ക് നോമിനേറ്റ് ചെയ്ത സൈബർ ക്രൈമിങ്ങിലൊക്കെ വരുന്നുണ്ട്. നമ്മളത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളും സൈബർ സെല്ലിലൊക്കെ കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്റർനെറ്റ് അഡിക്ഷൻ ആയിട്ട് ആളുകൾ മാറണം. അതിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മറ്റൊരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ തന്നെ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഒക്കെ തെറ്റായ രീതി, ഒരാളുടെ പേഴ്സണൽ ആയിട്ട് ഇൻഫർമേഷൻ തെറ്റായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ പബ്ലിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ശാരീരികപരമായ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ തലച്ചോറിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ടൈം വേസ്റ്റിംഗ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. അടുത്ത റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ വെബ് പേജ് ഡിസൈൻ. എന്താണ് വെബ് പേജ് ഡിസൈൻ കൊണ്ട് എന്നെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞത്. അത് ഏകദേശം നമുക്ക് 163ാമത്തെ പേജിൽ വരുന്നുണ്ട്. ഇതും 10ാമത്തെ പേജ് 10ാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് വരുന്നത്. 163ാമത്തെ പേജിൽ വരുന്നുണ്ട്. ഗൈഡ് നമ്മൾ ഡാറ്റ എൻട്രിയുടെ ഗൈഡാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മളിത് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ ആണ് ഇന്റർനെറ്റ്. വെബ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ്. റിട്ടൺ ഇൻ എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് HTML എന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ള ഒരു ഇലക്ട്രോണിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ച ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത് വെബ് പേജ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഡിസ്കസ് വെബ് ഹോസ്റ്റിംഗ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? വെബ് ഹോസ്റ്റിംഗ് ഇസ് ആൻ ഓൺലൈൻ സർവീസസ് ആണ് ദാറ്റ് അലൗ ടു പബ്ലിഷ് യുവർ വെബ്സൈറ്റ് ഫയൽ ടു ദി ഇന്റർനെറ്റ്. നമ്മുടെ വെബ്സൈറ്റ് ഫയലൊക്കെ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സർവീസസ് ആണെന്ന് പറയുന്നത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ എനിവൺ ഹു ഹാസ് ആക്സസ് ടു
ഇന്റർനെറ്റ് ഏത് ആളുകൾക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇന്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ഇത് വരുന്നത് റൈറ്റ് ഇത് സ്റ്റെപ്പ് ടു ഫോളോ അപ്ലൈ ഡിസൈൻ ടെംപ്ലേറ്റ്. എങ്ങനെയാണ് ടെംപ്ലേറ്റ് ഡിസൈനിങ്ങും അതേപോലെ തന്നെ സ്ലൈഡ് ലേഔട്ടും. ഇതിപ്പോ 9ാമത്തെ പവർ പോയിന്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ വരുന്നതാണ്. ഡിസൈൻ ടെംപ്ലേറ്റ് എങ്ങനെയൊക്കെയാണ്, ചേഞ്ച് സ്ലൈഡ് ടെംപ്ലേറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ് പവർ പോയിന്റ് തുടങ്ങുമ്പോൾ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ്. പിന്നെ നമ്മളവിടെ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ് ടാബ് തിരഞ്ഞെടുക്കണം. അത് നമുക്ക് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഡിസൈൻ ടെംപ്ലേറ്റ് ആണ്. ഇൻസ്റ്റാൾഡ് തീം ബോക്സ് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ടെംപ്ലേറ്റുകൾ ഇതേ രൂപത്തിൽ ലഭിക്കും. പല രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ചേഞ്ച് ടെംപ്ലേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് സ്ലൈഡ് യു വാണ്ട് ടു ചേഞ്ച്. ഏത് സ്ലൈഡാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ കൊണ്ടുപോയി സെലക്ട് ചെയ്യാം. പിന്നെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ലേഔട്ടിൽ പോവുക. സെലക്ട് ചെയ്ത് ലേഔട്ട്, നമുക്ക് ഏത് ലേഔട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ അതിൽ ഏത് ലേഔട്ടാണ് നമുക്ക് മാറി വരേണ്ടത്, ആ മാറി വരേണ്ട ലേഔട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ജേർണലിസ്റ്റ് ആൻഡ് ഡിഫൈൻ വേരിയസ് ടൈപ്പ് ഓഫ് ഡാറ്റ. ഏതൊക്കെയാണ് വ്യത്യസ്ത തരം ഡാറ്റ ആക്സസ്. ഡാറ്റ ആക്സസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആണ്. ദാറ്റ് ഡിഫൈൻ ദി ടൈപ്പ് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർ. നമ്മൾ അതായത് സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആണ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഫീൽഡ് ആണ്. വ്യത്യസ്ത തരം ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷോർട്ട് ടെക്സ്റ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, കറൻസി ഉണ്ട്, എസ് ഓർ നോ ഉണ്ട്, ഓട്ടോ നമ്പർ ഉണ്ട്, ഡേറ്റ്, ടൈം, ഇതൊക്കെ അതിൽ ഉദാഹരണമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ചാർട്ട് എന്ന്. എന്താണ് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. ഇത് നമുക്ക് ഏകദേശം 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. നമുക്ക് ചാർട്ട്, ഗ്രാഫ്, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. വർക്ക് ഷീറ്റിലുള്ള ഡാറ്റയെ പലതരത്തിലുള്ള ഗ്രാഫായിട്ട് ചിത്രീകരിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത്, ഒരു ചാർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പായി വർക്ക് ഷീറ്റിൽ ഡാറ്റ ഉൾപ്പെടുത്താനാണ് പലതരത്തിലുള്ള ചാർട്ടുണ്ട്. കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഏരിയ ചാർട്ട്, XY ചാർട്ട്, സ്റ്റോക്ക് ചാർട്ട്, റീഡർ, അതേപോലെ തന്നെ റാഡർ ചാർട്ട്, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ ഈ 2 മാർക്കാണ്. ഓരോ 8 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 2/8 പോയിന്റ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻസിൽ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന്റെ. കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസർ. വാട്ട് ഈസ് ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഡിസ്കസ് വേരിയസ് കോമ്പണൻസ്. എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ വ്യത്യസ്ത തരം കമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചെയ്യുക. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഡാറ്റ ബിൽ 2 or more 2 അതിലധികമോ ഡിവൈസസിലേക്ക് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയമാണ് വയർ കേബിൾ, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള മീഡിയമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വയറായിട്ടുള്ള കേബിൾ ആകാം, വയർലെസ് ആയിട്ടുള്ള 2 അതിലധികമോ ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റോ ഡാറ്റ നോളജ്. അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താണ് ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എനേബിൾ ഇൻഫോർമഡ് ഡിസിഷൻസ് ആണ്. വെൽ കമ്മ്യൂണിക്കേറ്റഡ് ഡാറ്റ ക്യാൻ ഹെൽപ്പ് പീപ്പിൾ മോർ ഇൻഫോർമഡ്. നല്ല രീതിയിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് ബ്രീഫ്ലി ഡിഫൈൻ ദ ടൈം. എന്താണ് ഇന്റർനെറ്റ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. എന്താണ് ഇന്റർനെറ്റ്? 3ാമത്തെ ചാപ്റ്ററിലെ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, ലോകം മുഴുവൻ വിന്യസിച്ചിരിക്കുന്ന ശൃംഖലയാണ്. ഇന്റർനെറ്റ് ഈസ് ദ വേൾഡ് വൈഡ് ആയിട്ട് അല്ലേ, ആഗോളതലത്തിൽ നമ്മൾ എന്ത് ചെയ്യണേ, ലോകം മുഴുവൻ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടത്താൻ, പല ആളുകളുമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നത്. ഹെൽത്ത് പരമായ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഗെയിം, എഡ്യൂക്കേഷൻ പർപ്പസിന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഷോപ്പിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ബാങ്ക് മേഖല, ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ 1 മാർക്കിന്റെ 1/2 മാർക്കിന്റെ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. NSന്റെ എല്ലാ വിഷയം കൊണ്ട് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്.
അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC+2 നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ കോഡ് എല്ലാം നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മൊബൈലിൽ വീട്ടിലിരുന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC+2 നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.